ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അത്ഭുത ചെടിയാണ്. മിറക്കിൾ ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ആ പേര് പറയാൻ കാര്യം, നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം എന്ത് പുളിയുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നെല്ലിക്കയോ അല്ലെങ്കിൽ മാങ്ങയോ നാരങ്ങയോ അങ്ങനെ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും അത് നമുക്ക് മധുരമായിട്ട് തോന്നും, അല്ലെങ്കിൽ മധുരമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിനെ മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറയുക. ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിറാക്കുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പുളി മധുരമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇതിൽ ചട്ടിയിൽ വളർത്തിയിരിക്കുന്നതാണ്. ഇത് ചട്ടിയിൽ വളർത്തുമ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ട് ഒതുക്കി വളർത്താനായിട്ട് സാധിക്കും. ധാരാളം ഫ്രൂട്ട്സ് കായ്ക്കുകയും ചെയ്യും. ഈ ചുമന്ന നിറത്തിലുള്ള ബെറി പോലെയുള്ള ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഈ ഫ്രൂട്ട്സ് നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ അകത്ത് ഫ്ലഷ് ഉണ്ട്, മാംസമായിട്ടുള്ള കുറച്ച് പോർഷനുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു വിത്ത് മുളയ്ക്കുന്ന വിത്താണ്. അപ്പോൾ അങ്ങനെ ചെടിയിൽ നമുക്കിത് വളരെ മനോഹരമായിട്ട് വളർത്താം. ചെടിയിൽ പിന്നെ ഇങ്ങനെ ചട്ടിയിൽ വളർത്തുമ്പോഴത്തേക്ക് നല്ല നീർവാഴ്ചയുള്ള രീതിയിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കണം. അതിനുശേഷം നടത്താം. ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഗാർഡനിൽ തന്നെ ഒരു ഗാർഡൻ പ്ലാന്റായിട്ടൊന്ന് വളർത്താം, ഒരു ഫ്രൂട്ട് പ്ലാന്റായിട്ടും നമുക്ക് വളർത്താം. ഇനി അതെല്ലാം നമുക്ക് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് തറയിൽ നടണമെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്തുള്ള സ്പേസിൽ ഒരല്പ സ്ഥലം വേർതിരിച്ച് നടത്തുകയാണെന്നാൽ ഒരു ചെറിയ മരം പോലെ വളർന്നു വരും. മരമാണെങ്കിലും അതൊരു പ്രത്യേക ഷേപ്പിലായിരിക്കും വളർന്നു വരിക. നിറച്ച് ഫ്രൂട്ട്സും ഉണ്ടാവും. അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചട്ടിയിലല്ലാതെ പുറമേയും നടാനായിട്ട് സാധിക്കും, ചട്ടിയിലും വളർത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഗാർഡൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വയ്ക്കാം. കുറച്ച് ഷെയ്ഡുണ്ടെന്ന് വെച്ചിട്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നീർവാഴ്ച കിട്ടുന്ന രീതിയിലുള്ള ഒരു മിശ്രിതം തയ്യാറാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഗാർഡൻ പ്രേമികൾക്കൊക്കെ താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും. ഈ രീതിയിലുള്ള ഒരു മിറക്കിൾ ഫ്രൂട്ട് നിങ്ങളുടെയൊക്കെ ഗാർഡനിൽ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സന്ദർഭം കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ ഇതുപ്രകാരമുള്ള കൗതുകകരമായിട്ടുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ ഗാർഡനിൽ വളർത്താനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ പേര് മിറക്കിൾ ഫ്രൂട്ട് എന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.